രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാന BJP-യിൽ ദൂർത്തെന്ന പരാതി. കെ സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്ന പാർട്ടിയുടെ പ്രതിമാസ ചെലവ് ഇപ്പോൾ 2.25 കോടി രൂപയായി എന്നാണ് വിമർശനം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. 24 എക്സ്ക്ലൂസീവ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്ന ഒരു വിഭാഗത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ചെലവിലുണ്ടായ അന്തരം കൂടി പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടിയായി. കെ സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്ന ചെലവാണ് കുതിച്ചുയർന്നത്. കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ BJP-യുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത് 35 കോടി രൂപ. ഈ തുക ഉപയോഗിച്ചാണ് നിലവിൽ ചെലവ് നടക്കുന്നത്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഓഫീസ് സെക്രട്ടറിയും ട്രഷററും BJP ദേശീയ നേതൃത്വത്തോട് നിസ്സഹായാവസ്ഥ വിശദീകരിച്ചു. മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു മാസത്തെ ചിലവ് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 10 ഇരട്ടി വർദ്ധിച്ചു. BJP സംഘപരിവാർ അനുഭാവികൾക്കു പകരം പ്രസിഡന്റിന്റെ ഓഫീസിൽ പ്രൊഫഷണലുകളെ നിയമിച്ചത് ചിലവ് വർദ്ധിക്കാനിടയായി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലും കുറഞ്ഞ ചിലവിലുമൊക്കെയാണ് താമസിച്ചിരുന്നതെങ്കിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ താമസം 5 സ്റ്റാർ ഹോട്ടലുകളിൽ എന്നാണ് ആക്ഷേപം. മാരാർജി ഭവനിൽ താമസ സൗകര്യമുണ്ടായിട്ടും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 6 മാസമായി താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു. IT, ഓൺലൈൻ, PR, മീഡിയ ടീമുകൾക്കായി ചിലവഴിക്കുന്നതും വൻ തുകയാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.